ഹായ് ഗായ്സ്, അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു CPM കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, കുറേ പേര് എന്നോട് ചോദിച്ചു. ഞാനിപ്പം CPM കളിച്ച് തുടങ്ങിയപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഈ ട്യൂൺസൊക്കെ നല്ല നൈസ് ട്യൂണൊക്കെ എവിടെ കിട്ടുമെന്ന്. നമ്മൾ ട്യൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് പ്ലെയേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു കാറിൻ്റെ ഒരു ട്യൂൺ ഇട്ടുവിടാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സുപ്രയുടെ ഒരു ട്യൂണിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി റേസിംഗ് മോഡിൽ ചെന്നിട്ട് ട്രാക്ക് റേസിൽ നമുക്ക് ഏത് കാറ്റഗറി നമുക്ക് പോകും നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ലെങ്തിയുള്ള വീഡിയോ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും. 3100 HP ഒരു ബിൽഡാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നൈസായിട്ടുള്ള ട്രാക്ക് ട്യൂണാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ വർക്കാവും, എത്ര സ്പീഡ് എത്ര കയറും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വീൽ സ്പിന്ന് കൂടാതാണ് നമ്മൾ സെറ്റാകാം. ഓക്കെ, 250 സംതിങ് എന്തോ കയറിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ട്യൂൺ എങ്ങനെ ഏതാണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻജിൻ എന്ന് പറയുന്നത് ഒരു 2JZ എൻജിനാണ്. 2JZ എൻജിൻ്റെ നമ്മുടെ മേളിൽ തന്നെ കാണാൻ കഴിയും. 75,000 ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലോക്കിൽ നമ്മളെല്ലാം മാക്സിമം ഉള്ള ഇത് വാങ്ങിച്ചു തരണം. ഇപ്പോൾ കണക്ഷൻ റോഡായാലും പിസ്റ്റൺസ് ആയാലും ഫ്ലൈ വീല് നമുക്ക് ഈ 2JZ നെക്കോമോട്ടോ ഫ്ലൈ വീല് മാത്രം വാങ്ങിച്ചാൽ മതി. 15,000 മണിയുടെ അത് മതിയാവും, ധാരാളമാണ്. ബാക്കിയെല്ലാം മാക്സിമത്തിൽ ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും അതെല്ലാം മാക്സിമത്തിലോട്ട് വാങ്ങിച്ചിട്ടിരിക്കണം. അതിൻ്റെ അടുത്ത് നമ്മൾ ഹെഡിലോട്ട് പോകുമ്പോൾ ഹെഡും എല്ലാം മാക്സ് ആയിരിക്കണം. ഈ സിലിണ്ടർ ഹെഡും ഇൻടേക്ക് ക്യാം ഷാഫ്റ്റും എക്സോസ് ക്യാം ഷാഫ്റ്റും എല്ലാം മാക്സിമം ആയിരിക്കണം. ആൻഡ് എയർ സിസ്റ്റം ആയാലും എല്ലാം മാക്സിമം ആയിരിക്കണം. അടുത്ത് ഫ്യൂവൽ സിസ്റ്റവും മാക്സിമം ആണ്, എല്ലാം മാക്സ് ആണ്. കണ്ടാൽ അറിയാം മാക്സ് ആണ്, എല്ലാം മാക്സ് ആണ്. ഓക്കെ, അടുത്ത് കൂളിംഗ് സിസ്റ്റവും മാക്സ് ആണ്. റേഡിയേറ്റർ ആയാലും ഇൻ്റർകൂളർ ആയാലും മാക്സ് ആണ്. ആൻഡ് ടർബോ ചാർജർ നമ്മൾ 2J0 4 സ്പീഡ് സിംഗിൾ ടർബോ ചാർജറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 43K ആണ് അതിൻ്റെ മണി. അത് ഈസിയാണ്. 2JZയുടെ JDW ECU നമ്മൾ യൂസ് ചെയ്തിരുന്നത് 27K. ഓക്കെ, അപ്പം അത് നമ്മൾ എൻജിൻ സെക്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് ഗിയർ ബോക്സ് സെക്ഷനാണ്. സെക്ഷനിൽ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ Z4 4HP22 ആ ഒരു സംഭവമാണ്. താഴോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഇസഡിൽ കാണാൻ പറ്റും. ZHP22 ഈ ഓട്ടോമാറ്റിക് റിയൽ വീൽ ഡ്രൈവ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് വിലയുള്ളൂ. 1800 കോയിൻ ക്യാഷ് മാത്രമേ ഉള്ളൂ. കോയിനല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ക്ലച്ച് നമ്മൾ മാക്സിമം ആണ്, JDW ക്ലച്ച്. ആൻഡ് റിയൽ LSD എന്ന് പറയുന്നത് നമ്മൾക്ക് 1.5A മതിയാവും, ധാരാളമാണ്. 1.5A നമ്മൾ അധികം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വീൽ സ്പിന്നാവാനും അതിനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത് ഗിയർ ബോക്സ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡീഫോൾട്ടാണ്. ഗിയർ ബോക്സിൻ്റേത് ഡീഫോൾട്ടായിട്ടുള്ളത് അത് തന്നെ മതി. LSDയിൽ നമുക്ക് ആക്സിലറേഷൻ ഇവിടെ കുറഞ്ഞായിരിക്കും കിടക്കുന്നത്. അത് നമ്മളൊന്ന് 1.5 ആയി കൊടുക്കണം. അതാണ് ഒരു കറക്റ്റ് കണക്കെന്ന് പറയുന്നത്. ഓക്കെ, 1.5 ആയി കൊടുത്തതിന് ശേഷം വേഗടിക്കുന്നു. ആൻഡ് സസ്പെൻഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് എല്ലാം സ്റ്റോക്കാണ്, ഡീഫോൾട്ട് അലൈൻമെൻറ്റാണ്. ചെറിയ വ്യത്യാസം ഏതെങ്കിലും ഒന്നിൽ കാണും. ഈ സ്റ്റിയറിംഗ് ആംഗിളിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം കാണും. അത് 34 ആയി കൊടുക്കുക, അത് മതിയാവും, ധാരാളമാണ്. സ്പേസേഴ്സ് ആയാലും സ്റ്റോക്കാണ്. ആൻറ്റി റോൾ ബാർസും സ്റ്റോക്കാണ്. അടുത്ത് സസ്പെൻഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ എയർ സസ്പെൻഷൻ ഇല്ലെങ്കിൽ പോലും സ്പ്രിങ്സിലായാലും ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്പ്രിങ്സ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സെയിം വാല്യൂസ് പറഞ്ഞത് സ്പ്രിങ്സ് ഇട്ട് കൊടുത്താൽ മതി. ഷോക്ക് അബ്സോർബറും ഈ വാല്യൂസ് നോക്കിയതിന് ശേഷം ഈ വാല്യൂസ് വരുന്ന ഷോക്ക് അബ്സോർബറും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം മെയിൻ്റനൻസിൽ പോയിട്ട് ടയർ കണ്ടീഷൻ ഇതായിരിക്കും. ടയർ പ്രഷർ 2.2 ബാർ സ്റ്റോക്ക് ആയിരിക്കും. ഫ്യൂവല് E85 കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയുള്ളൂ. അടുത്ത ഡൈനോ റണ്ണിൽ പോയതിന് ശേഷം എയർ ഫ്യൂൽ റേഷ്യോ മാക്സിലാക്കി കൊടുക്കണം.
ഫുൾ ആക്കി വയ്ക്കണം. അടുത്ത RPM കൺട്രോളാണെങ്കിൽ റെഡ് ലൈൻ 10,200 RPMലോട്ട് ആക്കി വയ്ക്കണം. അടുത്ത ലോഞ്ച് കൺട്രോൾ RPM 3,000 സംതിങ് ആയിരിക്കും, അത് കുറച്ച് 2,800 ആക്കി കൊടുക്കണം. ആൻഡ് ബൂസ്റ്റ് കൺട്രോൾ 2.4 ബാറിലോട്ട് ആക്കി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ വീൽ സ്പിൻ ഓഫ് HP എത്രയാണ് കാണിച്ചത് നമുക്ക് കാണാം. 3,128 ആണ് വീൽ സ്പിൻ HP എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത് വേണമെങ്കിൽ ജസ്റ്റ് റിംസിൽ പോയിട്ട് ടയർ ടൂറിങ് ടയറായിരിക്കും, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി സ്ലിക്ക് ടയറായി കൊടുത്താൽ ആ വീൽ സ്പിന്ന് കുറഞ്ഞ് കിട്ടും. ആൻഡ് ഇവിടത്തെയും R16 കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ച് ഒരു 335 കൊടുക്കാം. ആൻഡ് ഇതും ഒരു P40 P35 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയാവും. ഒരു 3,900 HP ഒരു ബിൽഡാണ് ഇപ്പം നിങ്ങളത് കണ്ടത്. നൈസൊരു പവർ സാധനമായിരിക്കും. ഓക്കെ, പറന്ന് പോകും വണ്ടി. അപ്പം ഇതുപോലുള്ള ട്യൂൺസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള മണി അക്കൗണ്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ചെറിയൊരു റേറ്റ് കാണത്തുള്ളൂ, ചെറിയൊരു റേറ്റിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.